ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിലെ സൂപ്പർസ്ക്രിപ്റ്റ് ആൻഡ് സബ്സ്ക്രിപ്റ്റ് എന്നീ ഓപ്ഷനുകളെ കുറിച്ചാണ്. ആദ്യമായി A1 എന്ന സെൽ സെലക്ട് ചെയ്യുക. x2 എന്നുള്ളൊരു വാല്യൂ ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ശേഷം A1 എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം 2 എന്നുള്ളത് സെലക്ട് ചെയ്യുക. 2 എന്ന വാല്യൂ സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ബട്ടണിൽ ഫോർമാറ്റ് സെൽ എന്നുള്ള ഡയലോഗ് ബോക്സ് എടുക്കുക. Ctrl+1 എന്നുള്ളൊരു പ്രസ് ചെയ്താലും ഈ ഒരു ഡയലോഗ് ബോക്സ് വരുന്നതാണ്. ഇത് സൂപ്പർസ്ക്രിപ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ ക്ലിക്ക് ഓക്കെ. നിങ്ങൾ കാണാൻ കഴിയും A1 സെല്ലുണ്ടായിരുന്ന x2 എന്നുള്ളത് വാല്യൂ 2 എന്നുള്ളത് സൂപ്പർസ്ക്രിപ്റ്റായി മാറിയിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സൂപ്പർസ്ക്രിപ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് റിസൾട്ടുകൾ നൽകുകയില്ല. അഥവാ നമുക്ക് സ്ക്വയർ, ക്യൂബ് എന്നീ ഫംഗ്ഷനുകൾക്ക് ആയി സൂപ്പർസ്ക്രിപ്റ്റ് ഓപ്ഷനുകൾ നമുക്കൊരിക്കലും ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. അതിനായി മൈക്രോസോഫ്റ്റ് എക്സലിൽ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് Shift+6 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന ഈ സിമ്പലാണ് ഉപയോഗിക്കുന്നത്. സൂപ്പർസ്ക്രിപ്റ്റ് ഓപ്ഷൻ ഒരിക്കലും നമ്മൾ സ്ക്വയറുകൾക്ക്, ക്യൂബുകൾക്ക്, എക്സ്പോണന്റ് പവറുകൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറില്ല. ഇനി C1 സെലക്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് സബ്സ്ക്രിപ്റ്റ് ഓപ്ഷൻ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. സബ്സ്ക്രിപ്റ്റ് ഓപ്ഷൻ ലഭ്യമാകുന്നതിന് വേണ്ടി വാല്യൂ ടൈപ്പ് ചെയ്യുക. C1 ഡബിൾ ക്ലിക്ക് ചെയ്ത് വാല്യൂ 2 സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ബട്ടണിൽ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന ഡയലോഗ് ബോക്സിൽ നിന്ന് ഫോർമാറ്റ് സെൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിന്നും എഫക്റ്റ് എന്നുള്ളതിന് താഴെയുള്ള സബ്സ്ക്രിപ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ ക്ലിക്ക് ഓക്കെ. നിങ്ങൾക്ക് കാണാൻ കഴിയും എക്സിൻ്റെ 2 എന്നുള്ള വാല്യൂ സബ്സ്ക്രിപ്റ്റായി മാറിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായി പരിചയപ്പെട്ടത് സബ്സ്ക്രിപ്റ്റും സൂപ്പർസ്ക്രിപ്റ്റും എന്നീ ഓപ്ഷനുകളെ കുറിച്ചാണ്. മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് എക്സലിൽ ഇക്വേഷനുകൾ കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഇക്വേഷനുകൾ മൈക്രോസോഫ്റ്റ് എക്സൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇൻസേർട്ട് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ സിമ്പിൾസ് എന്നുള്ളൊരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇക്വേഷനുകൾ കാണാൻ സാധിക്കും. ഇതിൽ ധാരാളം ഇക്വേഷൻ ഫോർമുലകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആദ്യമായാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്നും ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്.